ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേടാ. അപ്പോൾ നമ്മുടെ ക്ലാസ് 11 ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫിസിക്സിൽ എനിക്ക് തോന്നുന്നു മോഷൻ സ്ട്രേറ്റ് ലൈനൊക്കെ എല്ലാ സ്കൂളിലും ആയെന്നാണ് തോന്നുന്നത്. നമ്മുടെ അഗ്നി ബാച്ചിൽ നമ്മുടെ മോഷൻ സ്ട്രേറ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മാസക്കാലം നമ്മൾ എന്താണ് പഠിക്കാനായിട്ട് പോകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷനൊക്കെ നല്ല മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിടുന്ന കാര്യമൊന്നുമില്ല. വ്യക്തമായി നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാസത്തെ പ്ലാനൊക്കെ കൃത്യമായി ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ 1 ഇയറിലെ പ്ലാനൊക്കെ നിങ്ങൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മുടെ അഗ്നി ബാച്ചിൽ എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അഗ്നി ബാച്ചിൻ്റെ ഈ ഒരു മാസക്കാലം എന്തൊക്കെയാണ് ഫിസിക്സിൽ നടക്കാൻ പോകുന്നത്, അതാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത ചാപ്റ്ററായ മോഷനിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല കുട്ടികളും നമ്മൾ 10th വരെ പഠിച്ചൊരു ചാപ്റ്റർ അല്ല മോഷനെ പ്ലെയിൻ എന്ന് പറയുന്നത്. എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വെക്ടറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മോഷനെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ മോഷനെ പ്ലെയിനാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിതിൻ സാറായിരിക്കും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. 6 പാർട്ടായിരിക്കും നമ്മുടെ ഈ ചാപ്റ്റർ ഉണ്ടായിരിക്കുന്നത്. ഓരോ പാർട്ട് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള 10 MCQ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരിക്കും. അപ്പോൾ 6 പാർട്ട് കഴിയുമ്പോൾ നിങ്ങൾ 60 MCQ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിന് മുന്നോടിയായിട്ട് നമ്മൾ പഠിച്ച ഈ 6 പാർട്ടിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ക്വിക്കായിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ആ ഫുൾ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്ത് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, അതിൻ്റെ റിവിഷനാണ് അടുത്തുള്ളത്. റിവിഷന് ശേഷം നമ്മൾ അടുത്ത എന്താണ്, നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യും. യൂണിറ്റ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ എക്സാമിനേഷന് വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിലേതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ആ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർക്ക് നിങ്ങൾക്ക് സ്വന്തമായി വിലയിരുത്തി നിങ്ങൾ എവിടം വരെ നിങ്ങളുടെ പഠനം എത്തിയെന്ന് നിങ്ങൾക്ക് സ്വയമേ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഈ ഒരു മാസക്കാലം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസം അവസാനത്തോടു കൂടി നമ്മുടെ മോഷൻ്റെ പ്ലെയിൻ കഴിഞ്ഞിട്ട് അടുത്തൊരു മാസം ആദ്യം അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു തന്നെ അടുത്ത ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഇതേ രീതിയിലായിരിക്കും ഓരോ ചാപ്റ്ററുകൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു ഡിസംബർ അവസാനത്തോടു കൂടി നമ്മുടെ ഫിസിക്സ് നമ്മൾ ഫുള്ളി വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു റിവിഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പെൻഡിങ് ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, നമുക്ക് അഗ്നി ബാച്ചിലൂടെ പഠിച്ച് നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാം. നമ്മൾ +2ൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ക്ലാസ് 11 CBSE കാണുന്നത്. അപ്പോൾ ക്ലാസ് 11 CBSE അടിപൊളിയാക്കി സെറ്റാക്കിക്കൊണ്ട് ക്ലാസ് 12 CBSEയുടെ ബോർഡ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഈ ഒരു നിമിഷം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എല്ലാവരും നമ്മുടെ അഗ്നി ബാച്ചിലോട് സ്വാഗതം ചെയ്യുന്നു. ബൈ ബൈ.